കഴിഞ്ഞ ദിവസം നമ്മുടെ ഗവൺമെന്റ് ആരവൻ 2026 ഫെയറിൽ പങ്കെടുത്തപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ. നിങ്ങൾ സോളാർ വെക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത് അറിഞ്ഞിട്ട് വെക്കും. ചേട്ടാ, ഇത് എന്തുവാ സംഭവം? നമ്മള് ഇവിടെ വന്നപ്പോ ശ്രദ്ധിച്ചായിരുന്നു. നമ്മള് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജികൾ ആളുകൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. എല്ലായിടത്തും സോളാർ ആണ് ഇപ്പൊ, കംപ്ലീറ്റ് സോളാർ, എല്ലാ വീടുകളിലും സോളാർ. നമുക്ക് ഇത് എന്തോ നമുക്ക് വരുമ്പോ ടെക്നോളജി വരുന്നത് എന്തുവാണ് സംഭവം? ഇതിപ്പോ ഒരു പുതിയ ടെക്നോളജിയാണ്. ടോപ്കോൺ എന്നാണ് ഈ ടെക്നോളജിയുടെ പേര് പറയുന്നത്. ടോപ്കോൺ അതായത് റേസൺ എന്ന് പറയുന്ന കമ്പനിയുടെ 620 വാട്ട് ഒരു ടോപ്കോൺ ടെക്നോളജിയാണ് വെച്ചിരിക്കുന്നത്. ഈ ടോപ്കോൺ ടെക്നോളജിക്ക് രണ്ട് പ്രത്യേകതയുണ്ട്. ഇത് ഹൈ ടെമ്പറേച്ചറിൽ ഇതിന്റെ പെർഫോമൻസ് അത്യാവശ്യം കൂടുതലായിരിക്കും. അതായിരിക്കുന്നത് ചൂട് കൂടിയ പാനലിൽ പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടുമല്ല, കുറച്ചേ കിട്ടത്തുള്ളൂ. കാര്യം ഇതിന്റെ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടിയിട്ട് പ്രൊഡക്ഷൻ കുറയുവാണ്. പക്ഷെ ഈ ടെക്നോളജിയുടെ ഗുണം എന്ന് പറഞ്ഞാൽ നല്ല ചൂട് വന്നാലും അത്യാവശ്യം നന്നായിട്ട് കിട്ടും. അപ്പൊ നമ്മുടെ കേരളത്തിലൊരു പ്രത്യേക ആ സമയത്ത് ഇത് നന്നായിട്ട് പെർഫോം ചെയ്യും. ഇത് രണ്ടാമത്തെ പ്രത്യേകത പറഞ്ഞാൽ ഇതൊരു ബൈഫേഷ്യൽ പാനലാണ്. ഇതിന്റെ ഫ്രണ്ടിൽ നിന്നും കിട്ടുന്ന ലൈറ്റ് കൊണ്ടും ആ ലൈറ്റ് താഴെ പോയി റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരും. ആ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുന്ന ലൈറ്റ് രണ്ട് സൈഡിൽ നിന്നും എനർജി ജനറേഷൻ നടക്കും. സോളാർ പാനലിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന DC കറണ്ടിനെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാവുന്ന AC കറണ്ട് ആയിട്ട് തരുന്നത് ഈ ഇൻവെർട്ടറുകളാണ്. നമ്മുടെ കയ്യിൽ എല്ലാ ടെക്നോളജി, ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി വരെ ഉണ്ട്. അപ്പോ അത്യാവശ്യം നല്ല ടെക്നോളജികൾ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡേ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്പ്രിംഗ് ഇൻവെർട്ടർ ആണ്. പാരജ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇതൊരു അമേരിക്കൻ കമ്പനിയാണ്. ഈ കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ഒപ്റ്റിമൈസർ ആണ്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഈ ഒപ്റ്റിമൈസറിന്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോ പാനലിലും ഈ ഒപ്റ്റിമൈസർ ഇൻസ്റ്റാൾ ചെയ്യും. ഓരോ പാനലും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാനലിൽ നിന്ന് എന്തുമാത്രം പ്രൊഡ്യൂസ് ചെയ്യും ആ എനർജി മൊത്തം കിട്ടും. ഇസ്രായേലി പേറ്റന്റ് ടെക്നോളജിയാണ്. അപ്പൊ ഏതെങ്കിലും പാനലിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫോൾട്ട് വരുവാണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ ഫോണിൽ അറിയാൻ പറ്റും. പിന്നെ അത്യാവശ്യം ഫുള്ളി ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഓൾമോസ്റ്റ് എന്ത് കംപ്ലൈന്റ് വന്നാലും നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ അറിയാൻ പറ്റും. ഇതിന് മാത്രമേ ഉള്ളൂ, കിട്ടത്തില്ല. സർവീസും കാര്യങ്ങളൊക്കെ അപ്പൊ എങ്ങനെയാണ് നമുക്ക് വരുന്നത്? ഞങ്ങളുടെ സ്ഥാപനം ഇവിടെ കല്ലുപാലത്താണ്. ആലപ്പുഴ കല്ലുപാലത്താണ്. ഞങ്ങൾക്ക് തിരുവനന്തപുരം തൊട്ട് പാലക്കാട് വരെ സെയിൽസും സർവീസും ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ സ്ഥലത്ത് എവിടെയാണെങ്കിലും 5 വർഷത്തെ വാറണ്ടി ഞങ്ങൾ പ്രോഡക്റ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പം ആ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 5 വർഷം വാറണ്ടി കിട്ടും. ഒരു ദിവസത്തിനുള്ളിൽ സർവീസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ സർവീസാണ്. സോളാർ വെച്ച് കൊടുത്തിട്ട് ആൾക്കാർ പോകും. അപ്പൊ നമുക്ക് ഇപ്പോഴും പിന്നെ അവരെ കാണത്തില്ല, അവർ വരത്തില്ല, അങ്ങനെയുള്ള ഒരു കാര്യം. അപ്പൊ നമുക്ക് സർവീസ് കറക്റ്റ് സമയങ്ങളിൽ കിട്ടാൻ പറ്റും, എല്ലാവർക്കും പറ്റും. ഓക്കെ. ഈ സോളാർ മാർക്കറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സർവീസും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കൊടുക്കണം എന്ന് ഉറപ്പാക്കിയിട്ടാണ് ഞങ്ങൾ ഒന്നാമതായിട്ട് വർക്ക് ചെയ്യുന്നത്. കാര്യം ഞങ്ങളുടെ 10 വർഷമായിട്ടുള്ള സ്ഥാപനമാണ്. അതുകൊണ്ട് നമുക്ക് സർവീസ് ആ രീതിയിൽ അതിനുള്ളൊരു ടീമുണ്ട്. ആൾക്കാർക്ക് ആവശ്യമുള്ളത് വീടിന്റെ ആവശ്യം അനുസരിച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു USP ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു അത്യാവശ്യം എഞ്ചിനീയർമാരുടെ ഒരു ടീം നമ്മുടെ ഓഫീസിലുണ്ട്. അവരിരുന്ന് ഒരു വീട്ടുകാരെ വിളിച്ച് അവരുടെ ആവശ്യം മനസ്സിലാക്കി അവരുടെ ഒരു ഫ്യൂച്ചറും കൂടെ പ്രൊഡിക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള സിസ്റ്റംസ് ആണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രോഡക്റ്റിന് റേഞ്ച് ഉണ്ട്. ഈ മൾട്ടി ബ്രാൻഡ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ഏത് ടൈപ്പ് പാനൽ വേണം, ഏത് ടൈപ്പ് ഇൻവെർട്ടർ വേണം, ബാക്കി എന്തെല്ലാം അനുബന്ധ ഘടകങ്ങൾ വേണം, അത് ഏറ്റവും ലേറ്റസ്റ്റ്, ഏറ്റവും ടോപ്പ് ടെക്നോളജി തൊട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ടെക്നോളജി വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്.